ഇപ്പോൾ ഈ കുട്ടികളുടെ ആത്മഹത്യ ഭയങ്കര കൂടുതലാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇന്നും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൂടെ ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോ അല്ല, ന്യൂസ്. റിമോട്ട് കൊടുത്തില്ല എന്ന് കാണാം ടി വിയുടെ. അതിൻ്റെ പേരിൽ 10 വയസ്സുകാരനെ, 10 വയസ്സാന്ന് ഓർമ്മ, ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ആത്മഹത്യ ചെയ്യണത്. അപ്പോൾ ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചർ മുൻ വർഷങ്ങളിൽ ഇപ്പോൾ ആ ക്ലാസ്സിലത്തെ, ഇപ്പോൾ 10ാം ക്ലാസ് ബി ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ മുൻപത്തെ എക്സാമിൻ്റെ മാർക്കുകളും റിസൾട്ടൊക്കെ നോക്കി മനസ്സിലാക്കി. പിന്നെ 10ാം ക്ലാസ്സിലെത്തിയ സമയത്ത് ഈ ടീച്ചർ ഇപ്പം നമ്മുടെ റോൾ നമ്പർ ഉണ്ടാവുമല്ലോ, ആ റോൾ നമ്പർ അടിസ്ഥാനത്തിൽ ഡെയിലി ഓരോരുത്തരെ വിളിക്കുമായിരുന്നു. എന്നും ഓരോരുത്തരെ, ഒരു ദിവസം 2 ആളെന്നല്ല, ഡെയിലി ഓരോരുത്തരെ വിളിച്ച് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും അവർ എങ്ങനെയാണ് പോകുന്നത്, എവിടെ ട്യൂഷന് പോകുന്നത്, ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്, ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണ്, എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്, എല്ലാ കാര്യങ്ങളും ആ ടീച്ചർ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിലത്തെ ഇപ്പോൾ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളുടെയും വീടും ചുറ്റുപാടും പാരൻസും എല്ലാം ആ ടീച്ചർക്ക് ഭയങ്കര അറിയാവുന്ന കൂട്ടത്തിലായിരുന്നു. കാരണം ടീച്ചർ ഇപ്പോൾ ഒരു ദിവസമല്ല അത് ചെയ്യുക, റൊട്ടേഷൻ പോലെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നൊരു കുട്ടി, നാളെ ഒരു കുട്ടി, അപ്പോൾ മൊത്തം കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെയും അഗെയിൻ സ്റ്റാർട്ടിങ്ങിൽ വന്ന കുട്ടി. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചർക്ക് അറിയാം, ഏറെക്കുറൊക്കെ കാര്യങ്ങൾ അറിയാം. അതുപോലെ ഹൗസ് വിസിറ്റ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ അതിന് പകരം ആവശ്യമെങ്കിൽ അവൈലബിൾ ആണെന്ന് പകരം നിർബന്ധമായിട്ടും പുറത്തുനിന്ന് ആളെ വെച്ചില്ലെങ്കിലും ഈ ടീച്ചർമാർ തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം ഓരോ കുട്ടികളെ വെച്ചിട്ട് സംസാരിക്കുക, എന്താണ് വിശേഷങ്ങൾ, വീട്ടിലൊക്കെ സുഖമില്ല, എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊക്കെ കുട്ടികളുടെ ടീച്ചർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി, അതുകൊണ്ട് കൗൺസിലിങ്ങിന് പോയി. അതിന് പകരം ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ, കുറച്ചുകൂടെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ കൂടുതൽ സമയം സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ ചിലവഴിക്കുന്നവരാണ്. അപ്പോൾ രാവിലെ സ്കൂളിൽ പോയാൽ വൈകിട്ടല്ലേ വരുള്ളൂ. ഇപ്പോൾ രാത്രി ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പോൾ പാരൻസിനെക്കാട്ടിലും ഇത് കഴിയുക ടീച്ചർമാർക്കാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ഞാനീ പറഞ്ഞ പോലെ രാവിലെ ഒരു പീരീഡ് വരെ കുറച്ച് സമയം കുട്ടികളോട് ഓരോ കുട്ടികളോടും സംസാരിക്കാനായിട്ട് ടീച്ചർമാർ മാറ്റി വെച്ചാൽ കുട്ടികളുടെ മനസ്സൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ ടീച്ചർമാർക്ക് നേരിട്ട് പാരൻസിനോട് പറയാനും പറ്റും. എന്നല്ലാതെ കുട്ടിക്കൊരു പെരുമാറ്റത്തിൽ വ്യത്യാസം തോന്നി അപ്പോൾ കൗൺസിലിംഗ് ചെയ്തു, അതിനെക്കാട്ടിലും ഹെൽപ്ഫുള്ളായിരിക്കും നമ്മൾ ഇങ്ങനൊരു വഴി സ്വീകരിക്കുന്നത്.